നമസ്കാരം. കപ്പലപകടത്തിൽ സർക്കാർ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ട 9,531 കോടി രൂപ കെട്ടിവയ്ക്കാനാകില്ല എന്ന MSC എൽസ കമ്പനി ഹൈക്കോടതിയിലാണ് ഇക്കാര്യം ബോധിപ്പിച്ചിരിക്കുന്നത്. ഇത്രയും ഭീമമായ തുക തങ്ങൾക്ക് നൽകാനാകില്ല എന്നാണ് MSCയുടെ നിലപാട്. അതേസമയം കപ്പൽ മുങ്ങി എന്നതിലും പരിസ്ഥിതി മലിനീകരണം ഉണ്ടായി എന്നതിലും തർക്കമില്ല എന്ന് കോടതി പറഞ്ഞു. ഇന്ധന ഓയിൽ ചോർന്നിട്ടില്ലാത്തതിനാൽ സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക് പ്രശ്നമൊന്നും സംഭവിച്ചിട്ടില്ല. പ്ലാസ്റ്റിക് പലറ്റുകൾ കരയ്ക്കടിഞ്ഞത് പരിസ്ഥിതി പ്രശ്നം മാത്രമല്ല കപ്പൽ മുങ്ങിയത് കേരളത്തിന്റെ സമുദ്രാർത്തിക്ക് ഉള്ളിലല്ല. അതിനാൽ തന്നെ കേന്ദ്ര സർക്കാരാണ് ഇക്കാര്യത്തിൽ നഷ്ടപരിഹാരത്തിനായി സ്യൂട്ട് നൽകേണ്ടത്. ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണ് ഇക്കാര്യം ചെയ്യേണ്ടത് എന്നും കപ്പൽ കമ്പനി വാദിച്ചു. എന്നാൽ കപ്പൽ മുങ്ങി എന്നതിലും പരിസ്ഥിതി മലിനീകരണം ഉണ്ടായി എന്നതിലും തർക്കമില്ല എന്ന് ജസ്റ്റിസ് അബ്ദുൽ ഹക്കീം പറയുകയായിരുന്നു. എത്ര അളവിൽ പരിസ്ഥിതി മലിനീകരണം ഉണ്ടായി എന്നതാണ് തർക്കം. പ്ലാസ്റ്റിക് തരികൾ കടലിൽ നിന്ന് ടൺ കണക്കിന് ശേഖരിച്ചത് ഉൾപ്പെടെ കോടതി ചൂണ്ടിക്കാട്ടി. തുടർന്ന് ഏതൊക്കെ വിധത്തിലാണ് കമ്പനി നഷ്ടപരിഹാരം കണക്കാക്കുന്നത് എന്നും ഇക്കാര്യം അറിയിക്കാനും കോടതി നിർദ്ദേശിച്ചു. വിഴിഞ്ഞം തുറമുഖത്തുള്ള MSC അഗിറ്റേറ്റ 2 എന്നിവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവും കോടതി നീട്ടി. കൂടുതൽ കപ്പലുകൾ അറസ്റ്റ് ചെയ്താൽ അത് സംസ്ഥാന താൽപര്യത്തിന് എതിരാകുമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. സംസ്ഥാനത്തിന്റെ അഡ്മിറാലിറ്റി സ്യൂട്ടിൽ ഓഗസ്റ്റ് ആദ്യവാരം ഹൈക്കോടതി അന്തിമ വാദം കേൾക്കുന്നതാണ്. കപ്പലിന്റെ ഉടമസ്ഥർ തങ്ങളല്ല എന്ന വാദമാണ് മുഖ്യമായി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി മുന്നോട്ട് വയ്ക്കുന്നത്. ഇക്കാര്യം കോടതിയിൽ നൽകിയ എതിർ സത്യവാങ്മൂലത്തിൽ കമ്പനി വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യമാണ് ഇന്ന് കോടതിയിലും ഉന്നയിച്ചത്. ലൈബീരിയയിൽ രജിസ്റ്റർ ചെയ്ത എൽസ 3 മാരിടൈം കമ്പനിയാണ് കപ്പലിന്റെ ഉടമസ്ഥർ എന്നാണ് കമ്പനി പറയുന്നത്. പാനമയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൾട്ടി കണ്ടെയ്നർ മാനേജ്മെന്റ് അതായത് MCM കമ്പനിക്ക് ബെയർബോട്ട് ചാർട്ടർ പ്രകാരം കപ്പൽ വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ്. MCM കമ്പനി കപ്പൽ നിശ്ചിത കാലാവധിയുടെ അടിസ്ഥാനത്തിൽ ടൈം ചാർട്ടർ പ്രകാരം MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് വാടകയ്ക്ക് നൽകിയിരുന്നു. എന്നാൽ കപ്പലിന്റെ സാങ്കേതിക കാര്യങ്ങളുടെയും രാജ്യാന്തര സുരക്ഷ കൈകാര്യം ചെയ്യുന്നതിൻ്റെയും ഉത്തരവാദിത്തം സൈപ്രസ് കേന്ദ്രമായ MSC ഷിപ്പ് മാനേജ്മെന്റ് ലിമിറ്റഡിനാണ്. വ്യാഴാഴ്ച സർക്കാർ ആവശ്യപ്പെട്ട തുക നൽകാനാകില്ല എന്ന് MSC കമ്പനി ഹൈക്കോടതിയെ അറിയിച്ചതോടെ ഇവരുടെ മറ്റൊരു കപ്പലായ അക്വിറ്റേറ്റ 2 അറസ്റ്റ് കാലാവധിയും കോടതി നീട്ടിയിട്ടുണ്ട്. നിലവിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്ന ഈ കപ്പലിന് കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ തുറമുഖം വിടാനാകില്ല. മെയ് 24-നാണ് കൊച്ചി തീരത്ത് MSC എൽസ 3 കമ്പനി അപകടത്തിൽപ്പെട്ടത്. 600-ലേറെ കണ്ടെയ്നറുകളാണ് കപ്പലിലുണ്ടായിരുന്നത്. രാസവസ്തുക്കളടക്കം സൂക്ഷിച്ചിരുന്ന കണ്ടെയ്നറുകളിൽ മിക്കതും കടലിൽ വീണിരുന്നു. പല കണ്ടെയ്നറുകളും പിന്നീട് തെക്കൻ കേരളത്തിലെ വിവിധ തീരങ്ങളിൽ കരയ്ക്കടിയുകയും ചെയ്തിരുന്നു.